ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. മാണി പോൾ, അദ്ദേഹത്തിൻ്റെ മകൾ പേളി മാണി ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നേ എന്ന് പറഞ്ഞ് പട്ടി ഷോ കാണിക്കാതെ സ്വന്തം കഴിവിൽ അവർ പടുത്തുയർത്തിയ പേളി മാണി ഷോ എന്നുള്ള രീതിയിൽ വരെ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ വളരെയധികം ശക്തമായ രീതിയിൽ ആ ഒരു സ്ത്രീ പടുത്തുയർത്തിയ അവരുടെ വളർച്ച, സ്വന്തമായി കഷ്ടപ്പെട്ട് അവർ വളർത്തിയെടുത്ത അവരുടെ സ്വന്തം വളർച്ച, അതിനൊപ്പം നിൽക്കുന്ന ശ്രീനിഷ് എന്ന് പറയുന്ന അവരുടെ പാർട്ട്ണർ, അതിൻ്റെ ഏറ്റവും പുറകിൽ ഇന്ന് ഇവരെ വിമർശിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അറിയാത്ത മാണി പോൾ എന്ന് പറയുന്ന ഈ പേളിയുടെ അച്ഛൻ, അദ്ദേഹം എന്തുമാത്രമാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതായത് അദ്ദേഹം അത്രത്തോളം വലിയൊരു മോട്ടിവേറ്ററും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പേളിയുടെ ഈ ഒരു സ്ട്രെങ്തിൻ്റെ പിന്നിലും അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സത്യം പറഞ്ഞാൽ ഇത് താല്പര്യമില്ലാത്തവർ ഇപ്പോഴും തന്നെ ഒഴിവാക്കുക. നിങ്ങൾ കാണണ്ട, നിങ്ങൾ മറ്റെന്തെങ്കിലും നല്ല വിഷയങ്ങൾ പോയി കാണുക. ഇത് അത്രത്തോളം ഒരു നല്ല വിഷയമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ ഓക്കെ. പക്ഷേ എൻ്റെ മുമ്പിൽ വളർന്നവരോട് എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നവരോട് അവരോട് തോന്നുന്ന ഒരു കാരണവുമില്ലാത്ത വൈരാഗ്യം, അവർക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ബിഗ് ബോസ് എന്നുള്ള ഷോ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എന്നുള്ള ഷോയുടെ ഐഡന്റിറ്റിയിൽ മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അഥവാ ബിഗ് ബോസ് എവിടെ പോയിരുന്നാലും ബിഗ് ബോസ് അവർക്ക് ബിഗ് ബോസ് അല്ലാതെ വേറൊന്നുമില്ല. അവർക്ക് ഏതിന് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിൻ്റെ അസോസിയേഷൻസ് ഒക്കെ വരുന്നു. അപ്പോൾ ബിഗ് ബോസ് എന്നുള്ള സാധനം തന്നെ മറ്റെന്തോ ഒരു സംഭവമായിട്ട് മാറുന്നു. അപ്പോൾ അവിടെയൊന്നുമില്ലാതെ അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുത്തൊരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം പേളി മാണി. കഴിഞ്ഞ ദിവസങ്ങളിൽ പേളി മാണിയുടെ പേരിൽ ഒരു വിവാദം ഉണ്ടാകുന്നു. വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏതെങ്കിലും ബിവറേജസിൽ പോയിട്ട് ക്യൂ നിൽക്കാൻ മടിച്ചിട്ട് ഇടയ്ക്ക് കയറി പോയപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോടാ കയറി പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ആറാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തലും തള്ളലൊക്കെ ആയി. ഏതാണ്ട് ഒരു 5-6 വർഷത്തിന് മുമ്പെന്ന് വിചാരിച്ചോളുക. അന്ന് ഞാൻ നല്ല മദ്യപിക്കുന്ന സമയമാണെന്ന് വിചാരിക്കാം. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല യൂട്യൂബറൊക്കെ ആയി ഭയങ്കര സെറ്റപ്പായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നന്മ മരമായിട്ടൊക്കെ ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുന്ന സമയത്ത് വേർത്ത് വന്ന് ഇവനുണ്ടല്ലോ, ഇവൻ പണ്ട് ഞാൻ ബിവറേജസിൽ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് അടികൂടിയവനാണ്, അവൻ അങ്ങനെ ഉള്ളവനാണ്, അവൻ ഇന്ന് വന്നിട്ട് വലിയ വർത്തമാനം പറയുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? നമ്മുടെ പാസ്റ്റിനെ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ കൊണ്ടുവന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം ഗുണകരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ചില അമ്മാവന്മാരുണ്ട് യൂട്യൂബിൻ്റെ അകത്തിരുന്നു കൊണ്ട് പണ്ടത്തെ കാലത്തെ സിനിമാ ചരിത്രങ്ങളൊക്കെ വിളമ്പുന്ന കുറേ അമ്മാവന്മാരുണ്ട്. അവർ അന്ന് പ്രതികരിക്കാത്ത കാര്യങ്ങൾ, അവരുടെ കൺമുമ്പിൽ കണ്ടിട്ട് പ്രതികരിക്കാത്ത ഒരുപാട് വിഷയങ്ങളെ ഇന്ന് വന്നിരുന്നിട്ട് അമ്മാവന്മാർ വാഗ്ധോരണികൾ അടിക്കുന്നു. ഒരമ്മാവൻ പറയുന്നു ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ കുറേ സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. മറ്റേ അമ്മാവൻ പറയുന്നു നീ പറഞ്ഞാലാണ് ശരി, ഞാൻ പറഞ്ഞാണ് ശരി എന്നൊക്കെ പറഞ്ഞ് വേറൊരു അമ്മാവൻ വേറെ സൈഡിൽ സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ചിലപ്പോൾ 1-2 സിനിമകൾ എടുത്തിട്ടുണ്ടാവും എന്നുള്ളതിനപ്പുറം ഇന്നത്തെ എല്ലാ സിനിമാ നടന്മാരും നടിമാരുടെയും അവരെങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ള കഥകളടക്കം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്നത് പോലെ ഇവിടെ വളർന്ന ആൾക്കാരെ കുറിച്ച് മോശം പറയുക എന്നുള്ളൊരു പ്രവണത നമുക്കിടയിൽ ഭയങ്കരമായിട്ടുണ്ട്. അതാണ് ഇവിടെ പേളി മാണിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം പേളി വളർന്ന് പന്തലിച്ചു. പേളിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വിമനെ അവരുടെ ആ വളർച്ചയെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബിവറേജിൽ പോയി വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അടിയുണ്ടാക്കിയവൻ പിൽക്കാലത്ത് വന്നിട്ട് പറയുന്നത് പോലെ 2017 പേളി മാണി എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു അവതാരക ആ ഒരു ലെവലിൽ മാത്രം നിന്നിട്ടുള്ള ചില D4 ഡാൻസ് പോലുള്ള പ്രോഗ്രാംസിലൊക്കെ ഷോ ആങ്കറിംഗ് ഒക്കെ നടത്തി നിന്ന അന്ന് വളരെയധികം ആൾക്കാരുടെ ഇടയിൽ നിന്ന് പ്രചാരമില്ലാതെ ആ സ്പ്രിംഗ് ആക്ഷൻ മുടി, നമ്മുടെ സ്പ്രിംഗ് മുടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ആങ്കറൊക്കെ ചിലപ്പോൾ പേളിയായിരിക്കും. അപ്പം അങ്ങനെ സ്പ്രിംഗ് ആക്ഷൻ അല്ല കേട്ടോ, സ്പ്രിംഗ് മുടി. അപ്പം അങ്ങനെയുള്ള പേളി അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നിരന്തരം ആൾക്കാരെ ഇപ്പം കയ്യിലെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഘടകങ്ങൾ, ഇപ്പം റെമി ടോമിയെ നമുക്ക് ഇഷ്ടമാണ്, രഞ്ജിനി ഹരിദാസിന് ഇഷ്ടമാണ്. അവരെ പോലെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആളാണ് ശരിക്കും പറഞ്ഞാൽ പേളിയുടെ ആ ഒരു ചെറിയ നമ്മുടെ ഈ പ്രദക്ഷിണ വീതിയിൽ ഇന്ന് ഹൃദയ നട തുറന്ന് കടന്നു എന്നൊക്കെ പാടിയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ പേളിയെ നമുക്ക് എങ്ങനെ വാച്ച് ചെയ്തെന്നാൽ പേളിയിൽ ഒരു എൻ്റർടൈനറുണ്ട്. അത് ആസ്വാദകരെ വിഷമിപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത, സന്തോഷം മാത്രം നൽകുന്ന ഒരു എൻ്റർടൈനറാണ്. അങ്ങനെയുള്ള പേളി 2017 മെറീന മൈക്കിൾ എന്നുള്ള പെൺകുട്ടിയുടെ എന്തോ അവരുടെ അവസരങ്ങൾ ഇവർക്ക് കിട്ടാനുള്ള അവസരം അവർക്ക് കിട്ടുന്ന അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് പേളിയുടെ അസൂയ മൂത്തിട്ട് ഏതോ ഒരു ഷോയിൽ ആങ്കർ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു 2017. ഇന്ന് 2024 2024 ഇരുന്നുകൊണ്ട് 2017 കാര്യങ്ങൾ മെറീന മൈക്കിൾ പറയേണ്ടി വന്ന സാഹചര്യം. മെറീന മൈക്കിൾ അതിപ്പോൾ പറയേണ്ട സാഹചര്യമാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ചോദ്യമല്ല, ചിന്തിക്കേണ്ടത്. ഓക്കെ, ആ കുട്ടിക്ക് 2017 അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, പേളിയിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായി. അത് പറയേണ്ട സമയം 2024.
ഇതൊരു ചിന്തയല്ലേ? നമ്മൾ ഒരാളുടെ മേൽ ഒരു അക്വിസിഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ സ്ഥല സാഹചര്യ കാര്യങ്ങൾ ഇന്ന് പേളിയുടെ അതിനുശേഷം പേളിയുടെ ഒരു കൺഫ്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റോറിയൊക്കെ പേളി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഐ വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ട്രൂ. She was misinformed and misled. Most importantly, anchors do not have the power to decide who appears as the guest on the show. The guest list is entirely the show producer's decision എന്ന് പറഞ്ഞുകൊണ്ട് പേളിയുടെ ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് വ്യക്തമായി മെൻഷൻ ചെയ്യുന്നു. ഇൻ 2017 2017 നടന്നൊരു കാര്യത്തിന് അതിനുശേഷം പേളി എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും? 2017 പേളി എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും? നിങ്ങളോ ഈ ഇരിക്കുന്ന ഞാനോ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരാണോ? ഈ 2017 വേണ്ട, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളെടുത്താൽ പോലും നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിന് മുമ്പ്, അല്ലേ? അതിനുശേഷം നമ്മൾ ഇത് എന്തൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഇങ്ങനെ ഒരു സംഭവം 2017 നടന്നതിനെ കൊണ്ടൊന്ന് എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ചില സംശയങ്ങളും ചില ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം വെരി നിയർ ബിഗ് ബോസിൻ്റെ അടുത്ത സീസൺ വരാനൊക്കെ പോകുന്നു. ഇവിടെ ഇനി ഉണ്ടാകുന്ന പല കോലാഹലങ്ങളും പലതരത്തിലുള്ള വിവാദങ്ങളും പല കാര്യങ്ങളും അതെല്ലാം ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്നത് ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രിയിലേക്കായിരിക്കും. അവിടെ പലരുടെയും പേരുകൾ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും എൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഒരു പ്രഡിഷൻ ലിസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. പലരുടെയും പേരുകൾ നമുക്കറിയാം. കുറേ അധികം ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ള സൂചനകൾ ലഭിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ബിഗ് ബോസിൻ്റെ ഈ കഴിഞ്ഞ സീസണിൽ പോലും ഇറങ്ങിയിട്ടുള്ള ചില കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ചില വീഡിയോസിൻ്റെ ഫൂട്ടേജുകളുടെയൊക്കെ ചില ക്ലിപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. അതിനകത്തൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ചില യൂട്യൂബേഴ്സ് പറയുന്നതും ചില PR എന്ന് വെച്ചാൽ യൂട്യൂബ് പൈസ വാങ്ങി ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടൊന്ന് മാനിപ്പുലേറ്റഡ് ആവരുത്. വളരെ നന്നായിട്ട് ബിഗ് ബോസിൻ്റെ അകത്ത് കളിക്കുന്ന ആൾക്കാരെ വളരെ മോശമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അവരെ അപകീർത്തിപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പ്രസ്തുത 2 കണ്ടസ്റ്റൻസ് ഇരുന്ന് നടത്തിക്കൊണ്ടിരുന്ന Q&A അവരെ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ പല വിവാദങ്ങൾ ഈ സാധനങ്ങൾ പോലും ഞാൻ ഇന്നാണ് കാണുന്നത്, ഇന്ന് രാവിലെ. അതുകൊണ്ട് മാത്രം ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. അവരുടെ ഒന്നും പേരുകൾ ദയവ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യരുത്. എനിക്ക് അവരോടൊന്നും യാതൊരു ഇതുമില്ല. പക്ഷേ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താ, ബിഗ് ബോസിൻ്റെ അകത്ത് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഷോ നടക്കുന്ന സമയങ്ങളിലും അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു, പുറത്തുള്ളവർ നെഗറ്റീവ് ആക്കുന്നു. ഈ കാണുന്ന പ്രേക്ഷകർക്കും അവരുടെ മുമ്പിലേക്ക് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ സാധനം കണ്ടന്റുകൾ പുറത്തേക്ക് കൊടുക്കുന്ന ബിഗ് ബോസ് ഷോയ്ക്കെതിരെ കേസ് കൊടുക്ക്. അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസിനൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. അത് ഈ ഷോ തുടങ്ങുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായ വീഡിയോസും ചെയ്യും. ഓക്കെ, അവർ ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ബിഗ് ബോസിൻ്റെ ഷോയ്ക്കെതിരെ കേസ് കൊടുക്കും, ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടറിനെതിരെ കേസ് കൊടുക്കും, ബിഗ് ബോസിൻ്റെ ഈ പറഞ്ഞ കുറേ അധികം അകത്ത് നടക്കുന്ന കുറേ അധികം കുൽസിത പ്രവൃത്തികൾക്കെതിരെ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ എന്നോട് പറഞ്ഞവരുണ്ട്. അവർ കൊടുക്കുമോ ഇല്ല എന്നുള്ള കാര്യം ഈ സീസൺ തുടങ്ങും പറയാമല്ലോ, വരുന്ന സീസണിൽ. സോ ഇവിടെ ഞാൻ പറയുന്നത് ബിഗ് ബോസ് അറ്റൻഷൻ സീക്കേഴ്സിന് ചില കാര്യങ്ങളൊക്കെ അവർക്ക് ബിഗ് ബോസ് ഇല്ലാതെ വേറെ ഒന്നും പിടിച്ചു നിൽക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർ മറ്റൊന്നിലേക്കും പോകാതെ ബിഗ് ബോസിൽ തന്നെ തളച്ച് കെട്ടി കിടക്കുന്നുണ്ട്. പക്ഷേ പേളിയെ സംബന്ധിച്ചിടത്തോളം പേളിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. പേളിക്ക് അങ്ങനെ ബിഗ് ബോസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ശ്രീനിഷിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പേളിക്കാണെങ്കിലും അവരുടെ സ്വന്തമായിട്ടുള്ള ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഡിഗ്നിറ്റി ഉള്ള ആൾക്കാരെ അവർ ഇൻ്റർവ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ വലിയ ഷോകളൊക്കെ അവർ ആങ്കർ ചെയ്യുന്നു. അവർ വളരെ സന്തുഷ്ടമായി 2 കുഞ്ഞു മക്കളുമായിട്ട് വളരെ സന്തോഷമായിട്ട് യാതൊരു ഹെയ്റ്റും അവരുടെ ചാനലിൽ കൂടെ സമൂഹത്തിന് ദോഷകരമാവുന്ന ഒരു മെസ്സേജും കൊടുക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ പേര്, അവരുടെ റീച്ച്, അതിനെല്ലാത്തിനും ഭംഗം വരുത്തുന്ന രീതിയിൽ റീച്ചുള്ള ഒരാളുടെ തലമണ്ടക്കിട്ട് കൊട്ടാമെന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുകയും അവർ വരുന്ന വരവ് ശരിക്കും ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഒരു റോഡിൽ കൂടെ ഒരു 100 പേര് നടന്നു പോകുന്നു. ഞാൻ സ്ഥിരം എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു ഉദാഹരണമാണ്. 100 പേര് നടന്നുകൊണ്ട് വരുമ്പോൾ ആ നടക്കുന്നവരുടെ ഓപ്പോസിറ്റായിട്ട് ഒരുത്തൻ നഗ്നനായി ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർത്ഥനഗ്നനായി ഓടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുക? എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് പോകും. അതുപോലെയാണ് സമൂഹത്തിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ചില ന്യൂസുകൾ പെട്ടെന്ന് പ്രചണ്ഡമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കൊട്ടി ആഘോഷിക്കപ്പെടുകയും അതിനകത്ത് ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്യപ്പെടുകയും അവരെന്താണോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലും നിൽക്കാതെ അവരുടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ ഭാഗമൊന്നും കേൾക്കാതെ അവരങ്ങോട്ട് നിശിതമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തും. ഈ പേളിയെ തന്നെ ഈ മെറീന മൈക്കിളിൻ്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കിപ്പോൾ മെറീനയോട് ദേഷ്യമില്ല. കാരണം മെറീന എനിക്ക് അറിയത്തില്ല. മെറീനയുടെ വിഷയം വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിനെ കുറിച്ച് അറിയത്തില്ല. അപ്പം മെറീനയെ എനിക്കറിയത്തില്ല, പേളിയെ എനിക്ക് നേരിട്ട് പരിചയമില്ല. നമ്മൾ പേളിയെ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ നമ്മുടെ മൊബൈലിലൂടെ കാണുന്ന ചില ക്ലിപ്പുകളിലൂടെയൊക്കെ മാത്രം അറിയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ എന്താണെന്ന് നമുക്കറിയത്തില്ല. നല്ലതാണോ മോശമാണോ നമുക്കറിയേണ്ട കാര്യവുമില്ല. പക്ഷേ അവർ തരുന്ന കണ്ടന്റ് ഇപ്പം മെറീന മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഞാൻ അവരുടെ മറ്റൊരു സ്ഥലത്തും കാണുന്നില്ല. അവരെന്തുകൊണ്ട് വന്നിട്ടില്ല, ചിലപ്പോൾ എനിക്കറിയത്തില്ല. അത് നമുക്കറിയാത്ത കാര്യമാണ്. അപ്പോൾ അറിയാത്ത കാര്യം സംസാരിക്കാതിരിക്കുക. അപ്പോൾ
അവർ ഇന്ന് ഒരു ഇന്റർവ്യൂവിലേക്ക് വന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ആ ഷോയുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ ചോദിക്കും നിങ്ങളെ എന്താണ്, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പണ്ട് എൻ്റെ അടുത്ത് പേളി ഇതുപോലെ. അപ്പം അവർ പറയും അപ്പോൾ ഇത് തന്നെ സാധനം, ഇത് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം അടിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നാൽ മതി. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പേയ്മെൻറ്റ് അവർക്ക് കിട്ടും. പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇന്റർവ്യൂസ്. ഈ സെലിബ്രിറ്റീസൊക്കെ വളരെ വിവാദങ്ങൾ ഇങ്ങനെ തുറന്നു വിടുന്നു എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂസിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഇന്റർവ്യൂവിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഷോ ഇവർക്ക് പൈസ കൊടുക്കും, അഥവാ അവിടെ നിന്ന് സംസാരിക്കുന്ന അവർക്ക് പൈസ കൊടുക്കും. നിങ്ങൾ ചിന്തിക്കുന്ന എമൗണ്ട് ഒന്നുമല്ല, ഒരു മിനിമം 25,000 കൂട്ടിക്കോളൂ. അതിന് മേളിലേക്കുള്ള എമൗണ്ട് 1 ലക്ഷങ്ങളടക്കമുള്ള പൈസകൾ കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. ലക്ഷങ്ങൾ കൊടുക്കണമെങ്കിൽ അത്രത്തോളം കോൺട്രവേഴ്സി ഉണ്ടാകും, അത്രത്തോളം സംഭവങ്ങളുണ്ടാകും. വളരെ വലിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് അതിൻ്റെ ഇത് വരണം. ഒരുപാട് പരിപാടികളുണ്ട് അതിനിടയിൽ കൂടെ, അവർക്ക് പൈസ ഉണ്ടാക്കണമല്ലോ. പിന്നെ ആഡുകൾ ഉണ്ടാവും, അവരുടെ തന്നെ എന്താണ് അല്ലാത്ത ചില കമ്പനികളുടെ ആഡ് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് ഉണ്ടാവും. ഒക്കെ മിഡ് റോൾ ആഡ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ആഡ്. അപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം മെറീന മൈക്കിളും അന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇന്ന് പേളി മാണിയെക്കുറിച്ച് ഇത് പറയാനുള്ള സാഹചര്യം ശരിക്കും വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. മെറീന തന്നെ എന്നിട്ട് പറയുന്നുണ്ട് കുഴപ്പമില്ല, ആ പ്രായത്തിന്റെ അപക്വമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ന് പറയുന്നത് മെറീന. പിന്നെ എന്തിനാണാവോ ഇത് പബ്ലിക്കിന്റെ മുമ്പിലേക്കൊക്കെ ഇത് കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യം വളരെയധികം ഇതാണ്. എന്തിനാണ് 2 തലകൾ തമ്മിൽ ചേർന്നാലും ഓക്കെ, അതൊക്കെ ചില നാട്ടുപ്രയോഗങ്ങളൊക്കെയാണ്, അത് ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ചിലയിടത്തൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കുറ്റിയും പറിച്ചുകൊണ്ട് ചില ആൾക്കാരെ ഇങ്ങനെ സമൂഹത്തിൽ അവരുടെ കഴിവ് കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് ഉയർന്നു വന്നവരെ എന്തിനെങ്കിലും ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ വരും. ആദ്യം ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഇപ്പം നമുക്ക് വളർന്നവരോടും വളർച്ചയിലേക്ക് എത്തുന്നവരോടും ഭയങ്കര അസൂയയും കുശുമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ലുലു മാളിന്റെ യൂസഫ് അലിയെ കുറിച്ച് പറഞ്ഞാൽ, ലുലുവിന്റെ യൂസഫ് അലിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കള്ളപ്പണക്കാരൻ മറ്റത് മറിച്ചത് ഒരു 100 കുറ്റം അയാളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. രവി പിള്ളയെ കുറിച്ച് പറഞ്ഞാൽ അയാളെ കുറിച്ച് കുറെ കുറ്റം പറയാൻ പറ്റും, കാരണം പണക്കാരനാണ്, പണമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സക്കർബർഗിനെ കുറിച്ച് പറയാൻ കുറ്റം കാണും, സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് കുറ്റം പറയാൻ കാണും, നമ്മുടെ ഇലോൺ മസ്കിനെ കുറിച്ച് വരെ നമുക്ക് കുറ്റം കാണും. കാരണം വളർന്നതും അവരുടെ സ്വന്തം കഴിവിൽ അവർ അധ്വാനിച്ച് ഉയർന്നു വന്ന ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ചിലരുടെയൊക്കെ ചൊരുക്കിന് മരുന്നില്ല, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം സത്യമാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബിഗ് ബോസ് അറ്റൻഷൻ സീക്കിംഗ് പരിപാടി പോലത്തെ പരിപാടിയാണ് ഇതിൽ കാണാൻ ശ്രമിക്കുന്നത്. അവർ ഈ സീസണിലെങ്ങാനും ബിഗ് ബോസിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു നല്ലൊരു തലയെ അടിച്ചിട്ട് തന്നെ കയറി ബിഗ് ബോസിലേക്ക് വന്നു നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. വിവാദം ഉണ്ടാക്കിയാണ് വരാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇത് ഇവർ ചെയ്യുന്നു, ഇവർ ചിലപ്പോൾ മനസ്സിൽ പോലും ബിഗ് ബോസ് വരണമെന്ന കാര്യം മെറീന ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. ഞാൻ അവരെ അങ്ങനെ ഇതാക്കുന്നതല്ല, മോശമാക്കി പറയാൻ ശ്രമിക്കുന്നതല്ല. എന്നാലും അങ്ങനെ വരാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് ഭയങ്കരമായിട്ടുള്ള ഇപ്പം ചിലപ്പോൾ സ്ത്രീകൾക്കെതിരെ പറയും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥതയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ചില വ്യക്തികൾക്കെതിരെ തുറന്നടിച്ചങ്ങോട്ട് പച്ചക്കെന്ന് പറയും. കാരണം അവർക്ക് വേണ്ട അറ്റൻഷനാണ്. ആ അറ്റൻഷനിലൂടെ മാത്രം ബിഗ് ബോസിൻ്റെ ആൾക്കാർ നോക്കും, കൊള്ളാലോ, അപ്പം അതിൻ്റെ ആ ഒരു അറ്റൻഷൻ്റെ വിവാദത്തിൻ്റെ തീവ്രത അനുസരിച്ച് വിളിച്ച് കയറ്റും, അവസരം കൊടുക്കും. എന്നിട്ട് അവളെ കിടന്ന് കാണിക്കുന്ന ഗുണവധികാരം കണ്ടിട്ട് നാട്ടുകാർ പറയുമ്പോൾ നാട്ടുകാരടുത്ത് പിന്നീട് ഇവർ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും കണ്ടില്ലേ ഞങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു. ഈ ഷോ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇത് കാണിച്ചതിന് കുഴപ്പമില്ല, ഇവർ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കിടന്ന് കാണിച്ചതിനും കുഴപ്പമില്ല. ഇതെല്ലാം കണ്ടിട്ട് മറ്റേ വെടി പൊട്ടിച്ചവരും അതിൻ്റെ അകത്ത് കേട്ടു നിന്നവനാണ് കുഴപ്പമെന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് നമ്മുടെ ചില ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതിന് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം പേളി മാണിക്കെതിരെ ഈ ഹെയ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക, അവർ വളർന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന അസൂയ മാത്രമാണ് എന്നല്ലാതെ ഇതിനൊന്നും പറയാനില്ല. വളർന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുച്ഛം, അവരെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിന് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേളി അതിനെക്കുറിച്ചൊരു കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തിന് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഈ കുറ്റം പറയുന്നവനും ഒരു ജീവിതം, ജീവിക്കുന്നവനും ഒരു സാധാരണ ഈ കുറ്റം പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് അവനും ഒരു ജീവിതം. ഈ പേളിക്ക് ഒരു ജീവിതം, മെറീനയ്ക്ക് ഒരു ജീവിതം, എനിക്കൊരു ജീവിതം. അത് എങ്ങനെയാണ് അത് നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തി കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനെ, കഷ്ടപ്പെട്ട് ഉയർന്നു വരുന്നവനെ കണ്ട് അസൂയപ്പെടുകയല്ല വേണ്ടത്. നിങ്ങളും അതുപോലെ എത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ ശ്രമിക്കണം എന്നുള്ളത് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ റമ്മി കളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടിയിട്ട് ഗെയിം കളിച്ചിട്ടോ പ്രൊഫൈലിൻ്റെ അകത്തുള്ള സാധനം കുത്തിക്കൊണ്ട് പോയിട്ട് ഗെയിം കളിച്ചിട്ട് ആ ഒരു ഗെയിമിൻ്റെ അകത്ത് നിന്ന് കുറേ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഗോൾഡും മാലയും കുറേ പറഞ്ഞു നടക്കുന്ന കുറേ അപരാധ യൂട്യൂബേഴ്സിനെ പോലെയോ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടാൻ പറ്റത്തില്ല. അതൊക്കെ പറച്ചിൽ മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, വിജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ്. മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും അവരെ നോക്കുന്ന നോട്ടം ഒഴിവാക്കി നിങ്ങളെ നോക്കാൻ ശ്രമിക്കുന്ന അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം
നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് സുന്ദരമാവും, സുലഭിലമാവും, അത് വളരെ മനോഹരമാവും. അങ്ങനെ മനോഹരമാവട്ടെ. അതുപോലെ തന്നെ പേളിയുടെയും അതുപോലെ തന്നെ മെറീനയുടെയും ഒക്കെ ചിലപ്പം ഇനി അവർ മെറീനെ പേളി വിളിച്ചപ്പോൾ മെറീനെ പേളി വിളിച്ചപ്പോൾ ആ കോള് മെറീനെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പേളി പറയുന്നുണ്ടായിരുന്നു. സോ അതിന് പിന്നീട് അവർ ഒരു ക്ലാരിറ്റി, അവരെക്കുറിച്ച് മറ്റൊരാളോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ ഒരു പരദൂഷണമാണ്. നമ്മളെ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം അറിയാൻ ശ്രമിക്കുന്നതും തെറ്റ് തന്നെയാണ്. അപ്പം മൊത്തത്തിലൊരു അവിയൽ പരിപാടിയാണ്. സോ നിങ്ങളുടെ ലൈഫിലെ സന്തോഷം, ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങുക. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് തല മുണ്ണാക്കാതെ ഇരിക്കുക. ഹാപ്പി ആയിരിക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം ശരിപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.